മാലിന്യ നിക്ഷേപം രൂക്ഷമായ മാന്നാർ 16-ാം വാർഡിലെ ചാങ്ങയിൽ ജംഗ്ഷൻ കൊറ്റാർകാവ് ക്ഷേത്രം റോഡിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിക്ഷേപം രൂക്ഷമായ മാന്നാർ 16-ാം വാർഡിൽ ചാങ്ങയിൽ ജംഗ്ഷൻ കൊറ്റാർകാവ് ക്ഷേത്രം റോഡിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. ശശിധരൻ തുഷാര, രാമകൃഷ്ണ കൈമൾ ചെറുവള്ളേത്തു, രാമചന്ദ്രൻ ചാങ്ങയിൽ, ഗോവിന്ദപിള്ള ചക്കാലേത്തു എന്നിവർ ചേർന്നാണ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് പഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിച്ചു സംസാരിച്ചു. അനേക കാലമായി ഈ നാടനുഭവിച്ച ഏറ്റവും വലിയൊരു മഹാദുരന്തത്തിന് ഒരു പരിസമാപ്തി കുറിക്കുവാൻ വാർഡ് മെമ്പറോടൊപ്പം ഈ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള 4 വ്യക്തിത്വങ്ങൾ എടുത്ത സമീപനത്തെ ആദ്യം തന്നെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. 2015-2020 ഘട്ടങ്ങളിലെ ജനപ്രതിയായിരുന്നു ഞാൻ. അന്ന് ഏകദേശം ഒരു ദിവസം മെനക്കെട്ട് ഇവിടെ ഇതെല്ലാം വലിച്ചുകൂട്ടി എനിക്ക് തോന്നുന്ന ഒരു 10 ലിറ്ററിനും മേളിൽ പെട്രോളും ഡീസലും കൂടെ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് ഞങ്ങളിതെല്ലാം കത്തിച്ച് വൃത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ ഈ ഭരണസമിതി വന്നപ്പോൾ ഭരണസമിതി എടുത്ത ഒരു തീരുമാനം മാന്നാറിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. മാന്നാറിനെ മാലിന്യമുക്തമാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമവുമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി മാന്നാറിലെ 16-ാം വാർഡിൽ ഏറ്റവും രൂക്ഷമായ മാലിന്യം ദുർഗന്ധം വമിച്ചാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത്. അതിനൊരു അറുതി വരുത്തുവാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറോടൊപ്പം ചേർന്ന് നിന്ന് ഈ നാട്ടിലെ ഏറ്റവും മഹത്വമേറിയ മനസ്സിൻ്റെ ഉടമകളെന്ന് വേണം ഇതിനെ സൂചിപ്പിക്കാൻ. ശശിധരൻ നായർ ചേട്ടന്, അതോടൊപ്പം തന്നെ രാമകൃഷ്ണപിള്ള കൈമൾ ചേട്ടന്, രാമേന്ദ്രൻ പിള്ള ചേട്ടൻ, ഗോവിന്ദപിള്ള ചേട്ടൻ, ഇവർ 4 പേരും എടുത്ത ഈ സമീപനം ഈ നാടിന് മാതൃകയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ ഭാഗമായി പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു നാടിൻ്റെ വികസനത്തിന് ആ നാടിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ തരത്തിലുള്ള വിഭവ സമാഹരണം കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എളുപ്പം ചെയ്തു പോകാൻ കഴിയത്തുള്ളൂ. പദ്ധതി വെച്ച് പണമൊക്കെ വിനിയോഗിച്ച് പഞ്ചായത്ത് ഗവൺമെൻറ് പദ്ധതി എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം അതിൻ്റേതായ സാങ്കേതികമായ തടസ്സങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഇനിയുള്ള പ്രദേശങ്ങൾ കൂടി ഇതൊരു മാതൃകയായി കണ്ട് നാട്ടിലെ സുമനസ്സുകളുടെ സഹായമുണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരം ദുഷിച്ച പ്രവൃത്തിയിൽ നിന്നും ആൾക്കാരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു സമീപനം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അതുവഴി നമ്മുടെ നാട് വലിയ നിലയിലേക്കുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, നിങ്ങൾ 4 പേരും കൂടി ചെയ്ത ആ കർമ്മത്തിന് അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് ഉള്ള മഹത്വം ഞങ്ങൾ കാണുന്നത് എല്ലാ അക്രമങ്ങളിൽ നിന്നും എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ നാടിന് ഒരു രക്ഷാകവചമാണ്. മാലിന്യം തള്ളുകയെന്ന് മാത്രമല്ല, ഇതുവഴി കടന്നു പോകുന്നവരുടെ എല്ലാം ശ്രദ്ധയിലുണ്ടാകും. ഇവിടെ ഒരു നിരീക്ഷണമുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പോകണമെന്നുള്ള ഒരു നിരീക്ഷണം നമുക്ക് സമാധാനത്തോടു കൂടി കടന്നുറങ്ങുവാൻ കഴിയും. വാർഡ് മെമ്പർ സേതുലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, കലാധരൻ കൈലാസം എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. CDNet ന്യൂസ്, മാന്നാർ.